കഴിഞ്ഞ 15 കൊല്ലത്തിനിടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലേക്കുള്ള സാഹചര്യം വന്നപ്പോൾ BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്നും ചാടിയവരുടെ എണ്ണം സമാനതകളില്ലാതെ വലുതായി വരികയാണ്. അതിനെക്കുറിച്ച് മറ്റ് പാർട്ടിയിലുള്ളവർ പലരും പറയുന്നത് കോൺഗ്രസ്സുകാരാണ് നാളത്തെ BJP-ക്കാർ എന്ന രീതിയിലാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്നിട്ടും കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലും താമര വിരിഞ്ഞ് കൂടുതൽ ശക്തിയോടുകൂടി BJP അധികാരത്തിലേറുന്നു എന്ന് പറയുമ്പോഴും കോൺഗ്രസ് വീണ്ടും പടിപടിയായി പല മേഖലകളിലും വീണ്ടും ഊർജം പ്രാപിച്ചു വരികയാണ്. നേരത്തെ സൗത്ത് ഇന്ത്യൻ മേഖലയിൽ, ദക്ഷിണേന്ത്യൻ മേഖലയിലാണ് ആധിപത്യം മുന്നോട്ടെങ്കിൽ ഇപ്പോഴിതാ ഹിമാചലിലെ തുടർഭരണവും ഉത്തരാഖണ്ഡിലും പഞ്ചാബിലും ഭരണം തിരിച്ചു പിടിക്കലും ഒക്കെ ആയിട്ടുള്ള അടുത്ത മെഗാ പ്ലാൻ അണിയറയിൽ കോൺഗ്രസ് ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും വ്യക്തം എന്ന് പറയട്ടെ, ദക്ഷിണേന്ത്യയിലെ ഗോവ എന്ന സ്റ്റേറ്റിൽ കോൺഗ്രസിന് അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. സൗത്ത് ഗോവയുടെ ആധിപത്യവും നോർത്ത് ഗോവയിലെ ചില മണ്ഡലങ്ങളിലെ സ്വിംഗ് സീറ്റിലെ ട്വിസ്റ്റോടുകൂടിയും കൃത്യമായി ഗോവയിലും ഭരണം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ സംസ്ഥാനങ്ങൾ കോൺഗ്രസിലേക്ക് കൈയാളുന്ന രീതിയിലേക്ക് വരും. അതായത് ദേശീയതയിൽ ഇന്ത്യ മുന്നണിയിൽ വിള്ളലുണ്ടായി, ഇന്ത്യ മുന്നണി തകർന്നടിഞ്ഞു എന്ന് പറയുന്നവർക്ക് കൃത്യമായി കോൺഗ്രസ് കൊടുക്കുന്ന മറുപടി, ഇന്ത്യ മുന്നണിയിൽ തകർന്നടിയാനുള്ള കാരണമായി പറയുന്ന തൃണമൂലിന്റെ തകർച്ചയും DMKയുടെ തകർച്ചയും ഒക്കെ ആണെങ്കിൽ ആ പാർട്ടികളിൽ നിന്നും ചില MP-മാർ കോൺഗ്രസിലേക്ക് അഭയം പ്രാപിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അതാത് സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അവിടെയാണ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് എത്രത്തോളം ഭംഗിയായി തന്നെ, അടിത്തട്ട് എത്രത്തോളം ശക്തമായി തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന് വനവാസത്തിന് ശേഷം കേരളത്തിൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് എത്തി. ഇന്നേ വരെ ഒരിക്കലും CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിപതറിയിട്ടില്ലാത്ത ഉരുക്ക് കോട്ടകൾ തകർന്നടിഞ്ഞ് കോൺഗ്രസിലേക്ക് എത്തി. അതുപോലെ തന്നെയാണ് ഇനി പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും വീണ്ടും ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇതൊരു മെസ്സേജാണ്. BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്നും എത്ര പേര് വേണമെങ്കിലും പൊയ്ക്കോളൂ, കോൺഗ്രസിന് ഒരിക്കലും സമാപനമില്ലാത്ത അക്ഷയപാത്രം പോലെ പ്രവർത്തകർ ഒഴുകിയെത്തും.